പ്രിയപ്പെട്ട +1 ഹ്യൂമാനിറ്റീസിലെ ചരിത്ര വിദ്യാർത്ഥികളെ, അതോടൊപ്പം തന്നെ 2ാം വർഷ ഹ്യൂമാനിറ്റീസിൽ ചരിത്രം പഠിക്കുന്നവരും 1ാം വർഷ ചരിത്രം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരുമായിട്ടുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ 1ാം വർഷ ചരിത്ര പാഠപുസ്തകത്തിൽ 1 മുതൽ 11 തീമുകളിൽ കൂടി പരീക്ഷാ സാധ്യതയുള്ള വൺ വേർഡ് ചോദ്യങ്ങളുടെ ഒരു സമാഹാരമാണ് ഇവിടെ ഓഡിയോ വീഡിയോ ആയി അവതരിപ്പിക്കുന്നത്. കുട്ടികൾക്ക് കേട്ടുകൊണ്ട് ഉത്തരം കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. തീം 1, കാലാരംഭം മുതൽ. മനുഷ്യനെ പോലെയുള്ള സൃഷ്ടികൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട കാലം 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. അടുത്ത ചോദ്യം, ആധുനിക മനുഷ്യരോട് സാമ്യമുള്ള മനുഷ്യർ ഉത്ഭവിച്ച കാലം 1,60,000 വർഷങ്ങൾക്ക് മുമ്പ്. അടുത്തത്, മനുഷ്യൻ്റെ ഉൽപ്പത്തി ദൈവസൃഷ്ടിയാണെന്ന് പറയുന്ന ഗ്രന്ഥം ബൈബിൾ, പഴയ നിയമം. ചാൾസ് ഡാർവിൻ്റെ കൃതിയുടെ പേര്. ഉത്തരം, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് പ്രസിദ്ധീകരിച്ച വർഷം 1889. ദക്ഷിണദേശത്തെ വാനരൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം, ആസ്ട്രലോപിത്തക്കസ്. ആസ്ട്രലോപിത്തക്കസിൻ്റെ ഫോസിലുകൾ ആദ്യമായി ലഭിച്ച സ്ഥലം ടാൻസാനിയയിലെ ഓൾഡുവായ് ജോർജ്. അർദ്ധമനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം, ആസ്ട്രലോപിത്തക്കസ്. 4ാം ഹിമയുഗം ആരംഭിച്ച കാലം 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. 4ാം ഹിമയുഗം അവസാനിച്ച കാലം. ഉത്തരം, 13,000 വർഷങ്ങൾക്ക് മുമ്പ്. അടുത്തത്, മനുഷ്യൻ എന്നർത്ഥമുള്ള ആധുനിക മനുഷ്യൻ്റെ മുൻഗാമി ഹോമോ. ആദ്യകാല ശിലാ ഉപകരണ നിർമ്മാതാക്കൾ എന്നറിയപ്പെടുന്നത്. ഉത്തരം, ആസ്ട്രലോപിത്തക്കസ്. എന്നാൽ ഉപകരണ നിർമ്മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തരം, ഹോമോ ഹാബിലിസ്. നിവർന്ന മനുഷ്യൻ അഥവാ അപ്രൈറ്റ് മാൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം, ഹോമോ എറക്ടസ്. ബുദ്ധിമാനായ മനുഷ്യൻ അഥവാ വൈസ് തിങ്കിങ് മാൻ എന്നറിയപ്പെടുന്നത്. ഹോമോ സാപ്പിയൻസ്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള 2 സിദ്ധാന്തങ്ങൾ. ഉത്തരം, 1, പ്രാദേശിക തുടർച്ചാ മാതൃക. ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നും ഉത്ഭവിച്ചു. 2, ഏകോൽപത്തി മാതൃക. ആഫ്രിക്ക എന്ന ഒറ്റ പ്രദേശത്തു നിന്നും ഉത്ഭവിച്ചു. ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം, ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ്. ലെസ്കോ, ലസാറത്ത്, ഷോവറ്റ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഉത്തരം, ഫ്രാൻസ്. അൽത്താമിറ ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഉത്തരം, സ്പെയിൻ. തുന്നൽ സൂചികൾ മനുഷ്യർ വികസിപ്പിച്ചെടുത്ത കാലം. ഉത്തരം, 21,000 വർഷങ്ങൾക്ക് മുമ്പ്. അടുത്തത്, മനുഷ്യരിൽ വാചിക മേഖല വികസിച്ച കാലം. ഉത്തരം, 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. അടുത്തത്, ഹഡ്സ എന്ന നായാടി സമാഹരണ സമൂഹം ജീവിച്ചിരുന്ന സ്ഥലം ടാൻസാനിയയിലെ ഇയാസി തടാകത്തിനടുത്ത്. കുങ്സാൻ എന്ന നായാടി സമാഹരണ സമൂഹം ജീവിക്കുന്ന സ്ഥലം ദക്ഷിണാഫ്രിക്കയിലെ കലഹാരി മരുഭൂമി. സമകാലിക വംശീയ ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള പഠനം വംശീയശാസ്ത്രം അഥവാ എത്നോഗ്രാഫി. അടുത്തത്, മനുഷ്യ സംസ്കാരം, മനുഷ്യ ശരീരത്തിൻ്റെ പരിണാമപരമായ തലം എന്നിവയെക്കുറിച്ചുള്ള വിജ്ഞാനശാഖ ആന്ത്രോപോളജി അഥവാ നരവംശാസ്ത്രം. അടുത്തത്, മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ കല്ലായി രൂപപ്പെടുന്നതിന് എന്ത് പറയുന്നു? ഉത്തരം, ഫോസിലുകൾ. ആദ്യമായി കൃഷി ആരംഭിച്ച സ്ഥലം ഫെർട്ടൈൽ ക്രസൻറ്റ് അഥവാ അർദ്ധചന്ദ്ര ഉർവര പ്രദേശം. നവീന ശിലായുഗത്തിൻ്റെ കാലം. ഉത്തരം, 10,000 BC. അടുത്തത്, തീം നമ്പർ 2, എഴുത്തുവിദ്യയും നഗര ജീവിതവും. ചോദ്യങ്ങൾ, മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിൽക്കുന്നത് ഇന്ന് ഏത് രാജ്യത്തായിരുന്നു? ഉത്തരം, ഇറാഖ്. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നറിയപ്പെടുന്നത്. ഉത്തരം, മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയിലെ 2 നദികൾ. ഉത്തരം, ടൈഗ്രിസ് ആൻഡ് യൂഫ്രട്ടീസ്. മെസപ്പൊട്ടോമിയയിലെ ആദ്യത്തെ ഭാഷ. ഉത്തരം, സുമേറിയൻ. ഇഷ്ടിക കൊണ്ട് പടുത്തുയർത്തിയ നഗരങ്ങളെ ഷിമാർ എന്ന നാടിനെ സൂചിപ്പിക്കുന്നത് എവിടെ? ഉത്തരം, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ. അടുത്തത്, മെസപ്പൊട്ടോമിയയിലെ പ്രളയത്തിൻ്റെ കഥയിലെ നായകൻ. ഉത്തരം, ഉത്നാപിഷ്ടി. മെസപ്പൊട്ടോമിയൻ നഗരങ്ങൾ ഉയർന്നു വന്നത് ഏത് യുഗത്തിലാണ്? വെങ്കലയുഗം. മെസപ്പൊട്ടോമിയൻ എഴുത്തുവിദ്യയുടെ പേര് ക്യൂണിഫോം. ക്യൂണിഫോം എന്ന പദത്തിൻ്റെ അർത്ഥം. ഉത്തരം, ആപ്പിൻ്റെ ആകൃതി. മെസപ്പൊട്ടോമിയക്കാരുടെ ആദ്യത്തെ എഴുത്ത് എവിടെയായിരുന്നു? ഉത്തരം, കളിമൺ ഫലകങ്ങളിൽ. അടുത്തത്, എൻമർക്കറും ഗിൽഗാമെഷും മെസപ്പൊട്ടോമിയയിലെ ഏത് നഗരത്തിലെ രാജാവായിരുന്നു? ഉത്തരം, ഉറൂക്ക്. മെസപ്പൊട്ടോമിയയിലെ സുമറിൽ ആദ്യ വ്യാപാരം സംഘടിപ്പിച്ച രാജാവ്. ഉത്തരം, എൻമർക്കർ. അടുത്തത്, മെസപ്പൊട്ടോമിയയിലെ പ്രണയത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ദേവത ഇനന്ന. ഇടയ മേഖലയിലെ വ്യാപാര രാജകീയ നഗരം എന്നറിയപ്പെടുന്നത്. ഉത്തരം, മാരി. പുൽമേടുകളുടെ ദേവൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം, ഡേഗൻ. സിമ്രിലിൻ രാജാവിൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം, മാരി. ഗിൽഗാമേഷിൻ്റെ ഇതിഹാസം എന്നതിനെക്കുറിച്ച്
ഗിൽഗാമേഷിൻ്റെ ഇതിഹാസം എന്തിനെക്കുറിച്ചുള്ള ഇഷ്ടം കാണിക്കുന്നു? ഉത്തരം നഗരങ്ങളോട്. ആദ്യത്തെ ചന്ദ്രമാസ കലണ്ടർ കൊണ്ടുവന്നത്? ഉത്തരം മെസ്സപ്പൊട്ടോമിയക്കാർ. അസീറിയയുടെ തലസ്ഥാനം? ഉത്തരം നിനാവേ. നിനവയിൽ ഗ്രന്ഥാലയം സ്ഥാപിച്ച അസീറിയൻ രാജാവ്? ഉത്തരം അസുർബാനിപ്പാൾ. അടുത്തതായി തീം 3, റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത്? ഉത്തരം മെഡിറ്ററേനിയൻ സീ അഥവാ മധ്യധരണ്യാഴി. ആദിമ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം? ഉത്തരം റോം. റോമ സാമ്രാജ്യത്തിൻ്റെ തെക്കൻ അതിർത്തി? ഉത്തരം സഹാറ മരുഭൂമി. റോമൻ സാമ്രാജ്യത്തിൻ്റെ വടക്കൻ അതിര്? ഉത്തരം റെയിൻ ഡാന്യൂബ് നദികൾ. റോമൻ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ അതിർത്തി? ഉത്തരം യുഫ്രട്ടീസ്. ഇറാനിയൻ സാമ്രാജ്യത്തിലെ ഭാഷ? ഉത്തരം അരാമൈക്. റോമൻ റിപ്പബ്ലിക്കിൻ്റെ കാലം എന്നറിയപ്പെടുന്നത്? ഉത്തരം BCE 509 to 27. റോമൻ സാമ്രാജ്യത്തിലെ ആദ്യത്തെ ചക്രവർത്തി? ഉത്തരം അഗസ്റ്റസ് സീസർ എന്ന ഒക്ടോവിയസ് സീസർ. അഗസ്റ്റസ് സീസറുടെ ഭരണം അറിയപ്പെടുന്നത്? ഉത്തരം പ്രിൻസിപ്പേറ്റ്. പ്രഥമ പൗരൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ചക്രവർത്തി? ഉത്തരം അഗസ്റ്റസ് സീസർ. അഗസ്റ്റസ് സീസർ ആരുടെ ദത്തുപുത്രനായിരുന്നു? ഉത്തരം ജൂലിയസ് സീസർ. അഗസ്റ്റസ് സീസറിൻ്റെ ദത്തുപുത്രനായി പിന്നീട് രാജാവായി വന്ന ആൾ ടൈബീരിയസ്. റോമിലെ സമ്പന്നരായ കുലീന വർഗ്ഗക്കാരുടെ സമിതി അറിയപ്പെടുന്നത്? ഉത്തരം സെനറ്റ്. റോമിലെ സമാധാനം അഥവാ പാക്സ് റൊമാനയുടെ വക്താവ്? ഉത്തരം അഗസ്റ്റസ് സീസർ. സൈനിക മേധാവിത്വത്തിൽ നിന്ന് സെനറ്റർമാരെ ഒഴിവാക്കിയ റോമൻ ചക്രവർത്തി? ഉത്തരം ഗലീനിയസ്. സസാനിയൻ രാജവംശം നിലനിന്നിരുന്നത്? ഉത്തരം ഇറാനിൽ. ഷാപ്പൂർ I ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു? ഉത്തരം ഇറാൻ. അഗ്നിപർവ്വത സ്ഫോടനത്തിൽ കുഴിച്ചുമൂടപ്പെട്ട റോമൻ സാമ്രാജ്യ നഗരം? ഉത്തരം പോംപെ. സ്പാനിഷ് ഒലിവെണ്ണ കൊണ്ടുപോയ ഭരണികൾ അറിയപ്പെടുന്നത്? ഡ്രസൽ 20. ഒലിവെണ്ണയും വീഞ്ഞും കൊണ്ടുവന്നിരുന്ന ഭരണികൾ? അംഫോറെ. നാച്ചുറൽ ഹിസ്റ്റോറിയ എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം പ്ലിനി. അൾജീരിയയിലെ ന്യൂമീഡിയയിലെ അർദ്ധ നാടോടികൾ അറിയപ്പെട്ടത്? ട്രാൻസ്ഹ്യൂമൻസ്. ട്രാൻസ്ഹ്യൂമൻസ് നിർമ്മിച്ച അടുപ്പിൻ്റെ ആകൃതിയുള്ള കുടിലുകളുടെ പേര്? മപ്പാലിയ. കൊലുമല്ല ആരായിരുന്നു? ഉത്തരം കാർഷിക എഴുത്തുകാരൻ. റോമ സാമ്രാജ്യത്തിൽ ജൂത കലാപം നടന്ന വർഷം? ഉത്തരം CE 66. റോമൻ സാമൂഹിക ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന വിഭാഗം? ഉത്തരം സെനറ്റർമാർ അഥവാ പാട്രീഷ്യന്മാർ. 4 മുതൽ 7 വരെ നൂറ്റാണ്ടിലെ റോമ സാമ്രാജ്യത്തിൻ്റെ കാലം അറിയപ്പെടുന്നത്? ലേറ്റ് ആൻറ്റിക്വിറ്റി അഥവാ അന്തിമ പുരാതന കാലം. ക്രിസ്തുമതത്തെ രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച ചക്രവർത്തി? കോൺസ്റ്റാന്റൈൻ. 4.5 ഗ്രാം സ്വർണ്ണമടങ്ങിയ സോളിഡ് സ്വർണ്ണ നാണയം ഇറക്കിയ റോമൻ ചക്രവർത്തി? ഉത്തരം കോൺസ്റ്റന്റൈൻ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സ്ഥാപിച്ച റോമ സാമ്രാജ്യത്തിൻ്റെ 2ാം തലസ്ഥാനം? ഉത്തരം കോൺസ്റ്റാന്റിനോപ്പിൾ. പശ്ചിമ റോമൻ സാമ്രാജ്യത്തെ നശിപ്പിച്ചവർ? ഉത്തരം ജർമാനിക് ബാർബേറിയന്മാർ. ക്രിസ്തുമതത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച ചക്രവർത്തി? ഉത്തരം കോൺസ്റ്റന്റൈൻ. വാൻഡലുകൾ രാജ്യം സ്ഥാപിച്ചത്? ആഫ്രിക്കയിൽ. വിസിഗോത്തുകൾ രാജ്യം സ്ഥാപിച്ചത്? ഉത്തരം സ്പെയിനിൽ. ഫ്രാങ്കുകൾ രാജ്യം സ്ഥാപിച്ചത്? ഗൗൾ അഥവാ ഫ്രാൻസിൽ. ലംബാർഡുകൾ രാജ്യം സ്ഥാപിച്ചത്? ഉത്തരം ഇറ്റലി. കിഴക്കൻ റോമൻ സാമ്രാജ്യം അഥവാ ബൈസാന്റിയൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം? ഉത്തരം കോൺസ്റ്റാന്റിനോപ്പിൾ. അടുത്തതായി 4ാമത്തെ തീം, സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്. തുടങ്ങാം. മുഹമ്മദ് നബി ജനിച്ച ഗോത്രം, സ്ഥലം എന്നിവ ഏത്? ഉത്തരം ഖുറൈശി ഗോത്രം, മക്ക. ക്യൂബ് ആകൃതിയിലുള്ള കഅബ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം മക്ക. നബിയുടെ കാലത്തെ ഇസ്ലാമിൻ്റെ മത തലസ്ഥാനം? ഉത്തരം മക്ക. നബിയുടെ കാലത്തെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം? ഉത്തരം മദീന. മുഹമ്മദ് നബിയുടെ ജീവിതകാലം? ഉത്തരം CE 570 മുതൽ 632 വരെ. CE 622 മുഹമ്മദ് നബിയും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ പലായനം? ഉത്തരം ഹിജ്റ. ഹിജ്റ കലണ്ടർ തുടങ്ങിയ വർഷം? CE 622. മുഹമ്മദ് നബിക്ക് ശേഷം വന്ന ആദ്യ 4 ഖലീഫമാർ? ഉത്തരം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ഇസ്ലാമിക രാഷ്ട്രത്തിലെ സംരക്ഷിത പ്രജകൾ അറിയപ്പെട്ടത്? ഉത്തരം സിമ്മികൾ. സിമ്മികളിൽ നിന്ന് ഈടാക്കിയ നികുതി? ഉത്തരം ജിസിയ. ഒട്ടകയുദ്ധം നടന്ന വർഷം? ഉത്തരം CE 657. 4ാം ഖലീഫ അലിയെ വധിച്ച വിഭാഗം? ഉത്തരം ഖവാരിജുകൾ. മുസ്ലിങ്ങൾ ഷിയ സുന്നി വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടത് ആരുടെ കാലത്ത്? ഉത്തരം 4ാം ഖലീഫ അലിയുടെ കാലത്ത്. ഉമ്മയ്യദ് കാലിഫേറ്റിൻ്റെ സ്ഥാപകൻ? ഉത്തരം മുആവിയ. അറബ് ഭരണഭാഷയാക്കിയ ഉമ്മയ്യദ് ഖലീഫ? ഉത്തരം അബ്ദുൽ മാലിക്. ജെറൂസലമിൽ ഡോം ഓഫ് ദി റോക്ക്
അഥവാ കുംഭഗോപുരം നിർമ്മിച്ച ഖലീഫ അബ്ദുൽ മാലിക്. അബ്ബാസിദ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഇറാനിലെ ഖുറാസാൻ. ഉമ്മയ്യാദ് കാലിഫേറ്റിൻ്റെ ആസ്ഥാനം സിറിയയിലെ ഡമാസ്കസ്. അബ്ബാസിദ് കാലിഫേറ്റിൻ്റെ ആസ്ഥാനം ഉത്തരം ബഗ്ദാദ്. ഫാത്തിമിദ് കാലിഫേറ്റിൻ്റെ ആസ്ഥാനം ഉത്തരം കീറോ. ഗസ്നാവിദ് സുൽത്താനേറ്റിൻ്റെ തലസ്ഥാനം ഉത്തരം അഫ്ഗാനിസ്ഥാനിലെ ഗസ്നി. ഏത് സ്ഥലത്തിനു വേണ്ടിയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കുരിശ് യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഉത്തരം ജെറൂസലേം. ഭൂമിയിലെ വരുമാനം ശമ്പളമായി നൽകുന്നതിന് പറയുന്ന പേര്? ഉത്തരം ഇക്ത. ഖറജ് എന്താണ്? ഉത്തരം ഭൂനികുതി. ഇസ്ലാമിക നിയമം അല്ലെങ്കിൽ ചിന്താ പദ്ധതികൾ ക്രോഡീകരിച്ച ഇമാമുമാർ? ഉത്തരം മാലിക്കി, ഹനഫി, ഷാഫി, ഹംബലി. എലമെൻറ്റ്സ് ആരുടെ കൃതിയാണ്? ഉത്തരം യൂക്ലിഡ്. അൽമാഗസ്റ്റ് ആരുടെ കൃതിയാണ്? ഉത്തരം ടോളമി. ഇബ്നു സിനയുടെ വൈദ്യശാസ്ത്ര കൃതിയുടെ പേര് കാനോൺ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ അൽ കാനൂൻ ഫിൽ തിബ്. ഇബ്നു സിന യൂറോപ്പിൽ അറിയപ്പെട്ടത് അവിസന്ന. ഷാനാമ എഴുതിയത് ആരാണ്? ഉത്തരം ഫിർദൗസി. താരിഖ് എഴുതിയത് ആരാണ്? ഉത്തരം തബരി. അൻസാബുൽ അഷ്റഫ് രചിച്ചത് ആരാണ്? ഉത്തരം ബാലാതുരി. തഹ്കീഖ് ഹിന്ദ് രചിച്ചത്? ഉത്തരം അൽ ബിറൂണി. അടുത്തതായി 5ാമത്തെ തീമിലേക്ക് പ്രവേശിക്കുന്നു. നൊമാഡിക് എംപയർ, നാടോടി സാമ്രാജ്യം. മംഗോളിയരുടെ ചരിത്രത്തെ ക്രിയാത്മകമായി വിലയിരുത്തിയ റഷ്യൻ പണ്ഡിതൻ? ഉത്തരം ബാർട്ടോട്ട്. സീക്രട്ട് ഹിസ്റ്ററി ഓഫ് മംഗോൾസ്, മംഗോളിയന്മാരുടെ രഹസ്യ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് ഇഗോർ ഡി റാഷ്വെൽറ്റ്. ചിങ്കിസ് ഖാൻ്റെ യഥാർത്ഥ പേര് ടെമൂജിൻ. ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 9 ഭീഷണിപ്പെടുത്തിയ മംഗോളിയൻ ഭരണാധികാരി മോങ്കെ. ചിങ്കിസ് ഖാൻ്റെ ജീവിതകാലം CE 1167 to 1227. ചിങ്കിസ് ഖാൻ്റെ പിതാവ് മാതാവ്? പിതാവ് യസൂജി, മാതാവ് ഒലെൻ ഇകെ. മംഗോളിയരുടെ ഗോത്ര അസംബ്ലിയുടെ പേര് ക്യുരിൽറ്റായ്. ക്യുരിൽറ്റായ് ടെമൂജിന് ചിങ്കിസ് ഖാൻ എന്ന സ്ഥാനപ്പേര് നൽകിയ വർഷം 1206. ചിങ്കിസ് ഖാനും കൂട്ടരും കീഴടക്കിയ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്? ഉത്തരം ഉലസുകൾ. ചിങ്കിസ് ഖാൻ്റെ 4 മക്കൾ? ഉത്തരം ജോച്ചി, ചഗട്ടെ, ഒഗോഡി, തൊലയ്യു. ജോച്ചിക്ക് നൽകിയ പ്രദേശങ്ങൾ റഷ്യൻ പുൽമേടുകൾ. ചഗട്ടേക്ക് നൽകിയ പ്രദേശങ്ങൾ ട്രാൻസോക്സാനിയൻ പുൽമേടുകൾ. ഒഗോഡിക്ക് നൽകിയത് കാരക്കോരം മേഖല. തൊലയ്യുവിന് നൽകിയത് മംഗോളിയരുടെ പരമ്പരാഗത ഭൂമി. ചെങ്കിസ് ഖാൻ്റെ സൈനിക ഗ്രൂപ്പ് അറിയപ്പെടുന്നത്? ഉത്തരം താമ. തെരഞ്ഞെടുത്ത ക്യാപ്റ്റന്മാർ അറിയപ്പെടുന്നത്? ഉത്തരം നോയൻ. കുല സഹോദരന്മാർ അഥവാ ബ്ലഡ് ബ്രദേഴ്സ് അറിയപ്പെടുന്നത്? ഉത്തരം അൻഡ. സൈന്യത്തിലെ താഴ്ന്ന പദവിയുള്ളവർ അറിയപ്പെടുന്നത്? ഉത്തരം നൗഖാർ. മംഗോളിയരുടെ കൊറിയർ സംവിധാനം അറിയപ്പെടുന്നത്? ഉത്തരം യാം. കൊറിയർ സംവിധാനമായ യാമ നിലനിർത്താൻ പിഴച്ചെടുത്ത നികുതി കുപ്കാർ നികുതി. വ്യാപാരികൾ നൽകിയിരുന്ന നികുതി ബാജ് നികുതി. മംഗോളിയന്മാരുടെ നിയമസംഹിത അറിയപ്പെടുന്നത്? ഉത്തരം യാസ. അടുത്തതായി 6ാമത്തെ തീം ഫ്യൂഡൽ സൊസൈറ്റി അഥവാ 3 ക്രമങ്ങൾ. ഫ്യൂഡൽ സൊസൈറ്റി അഥവാ ഫ്യൂഡൽ സമൂഹം എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം മാർക്ക് ബ്ലോക്ക്. മധ്യകാല യൂറോപ്പിൻ്റെ സവിശേഷത? ഉത്തരം ഫ്യൂഡലിസം. മധ്യകാല യൂറോപ്പ് എന്നാൽ ഏത് കാലമാണ്? ഉത്തരം CE 5 to 15 നൂറ്റാണ്ട്. ഫ്യൂഡ് എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം ഒരു തുണ്ട് ഭൂമി. ഫ്യൂഡലിസം ആദ്യം ആരംഭിച്ച രാജ്യം? ഉത്തരം ഫ്രാൻസ്. ഫ്യൂഡൽ ക്രമത്തിലെ 3 വർഗങ്ങൾ? ഉത്തരം പുരോഹിതവർഗം, 2 പ്രഭുവർഗം, 3 കർഷകർ. ഫ്രാൻസിൻ്റെ പഴയ പേര്? ഉത്തരം ഗൗൾ. വിശുദ്ധ റോമ ചക്രവർത്തി, ഹോളി റോമൻ എംപറർ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം ഷാർലിമൈൻ. 11ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ആക്രമിച്ച ഫ്രഞ്ചുകാരൻ? ഉത്തരം വില്യം ദ ഡ്യൂക്ക് ഓഫ് നോർമാണ്ടി. കത്തോലിക്ക സഭയുടെ തലവനായ പോപ്പിൻ്റെ ആസ്ഥാനം? ഉത്തരം വത്തിക്കാൻ. കത്തോലിക്ക സഭ കർഷകരിൽ നിന്നും പിരിച്ച നികുതി? ഉത്തരം ടിദേ. രാജാവ് കർഷകരിൽ നിന്നും പിരിച്ച നികുതി? ഉത്തരം ടെയ്ലി. സന്യാസ ആശ്രമങ്ങളുടെ തലവന്മാർ അറിയപ്പെടുന്നത്? ഉത്തരം അബട്ട്. സന്യാസി മഠങ്ങളുടെ ഉത്ഭവം? ഉത്തരം ഈജിപ്റ്റ്. ഇറ്റലിയിലെ മോണ്ടിക്കാസിനോ മഠം സ്ഥാപിച്ചത്? ഉത്തരം സെൻറ്റ് ബെനഡിക്റ്റ്. ഫ്രാൻസിലെ ബർഗണ്ടിയിൽ ക്ലൂണി മഠം സ്ഥാപിച്ചത്? ഉത്തരം വില്യം 1. സന്യാസി മഠങ്ങൾ വിട്ട് വെളിയിൽ വന്ന് ജനങ്ങളോട് മതപ്രചാരണം നടത്തിയവർ? ഉത്തരം ഫ്രയേഴ്സ്. സന്യാസിമാരുടെ ആർപ്പാട ജീവിതത്തെ എതിർത്ത കൃതി? ജിയോഫ്രി ചൗസർ എഴുതിയ കാൻറ്റർബറി കഥകൾ. യേശുവിൻ്റെ കുരിശുമരണത്തെ തുടർന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് അറിയപ്പെടുന്നത്? ഉത്തരം ഈസ്റ്റർ.
രണ്ടാം ക്രമത്തിലെ പ്രഭുവിൻ്റെ വസതി, ഉത്തരം മാനർ. രണ്ടാം ക്രമത്തിലെ പ്രഭുവിൻ്റെ വിശാലമായ എസ്റ്റേറ്റുകൾ, ഉത്തരം മനോറിയൽ എസ്റ്റേറ്റ്. പ്രഭുവിൻ്റെ സൈന്യം അറിയപ്പെടുന്നത്, ഉത്തരം ഫ്യൂഡൽ ലവീസ്. പ്രഭു നൈറ്റിന് നൽകിയ ഭൂമി, ഉത്തരം ഫീഫ്. മൂന്നാം ക്രമത്തിലെ സ്വതന്ത്രരല്ലാത്ത കർഷകർ അറിയപ്പെടുന്നത്, ഉത്തരം സെർഫ്സ്. ഇംഗ്ലണ്ടിൽ ഫ്യൂഡലിസം കൊണ്ടുവന്നത്, ഉത്തരം വില്യം I ദ ഡ്യൂക്ക് ഓഫ് നോർമാണ്ടി. ഫ്യൂഡൽ കാലഘട്ടത്തെ പടിഞ്ഞാറൻ യൂറോപ്പിൽ പ്ലേഗ് അഥവാ കറുത്ത മരണം പടർന്നു പിടിച്ച കാലം, ഉത്തരം 1347 to 1350. ഏകാധിപത്യ രാജവാഴ്ചകളിലെ ഇംഗ്ലണ്ടിലെ വക്താവ്, ഉത്തരം ഹെൻറി VII. ഫ്രാൻസിൽ ലൂയി XIV. ഓസ്ട്രിയയിൽ മാക്സ്മിലിയൻ. സ്പെയിനിൽ ഇസബല്ലയും ഫെർഡിനാൻഡും. ഇംഗ്ലണ്ടിൽ ചാൾസ് I രാജാവ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടാതെയിരുന്ന കാലം, ഉത്തരം 1629 to 1640. അടുത്തതായി തീം നമ്പർ 7, മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ. ദ സിവിലൈസേഷൻ ഓഫ് റെനൈസൻസ് ഇൻ ഇറ്റലി. ഇറ്റലിയിലെ നവോത്ഥാന സംസ്കാരം എന്ന കൃതിയുടെ കർത്താവ്, ജേക്കബ് ബർക്ക്ഹാർഡ്. ബർക്ക്ഹാർഡിൻ്റെ ടീച്ചർ, ഉത്തരം റാങ്കെ. നവോത്ഥാനം എന്ന ഫ്രഞ്ച് പദത്തിൻ്റെ അർത്ഥം, ഉത്തരം പുനർജന്മം. നവോത്ഥാനം ആദ്യം ആരംഭിച്ച രാജ്യം, ഉത്തരം ഇറ്റലി. നവോത്ഥാനത്തിലെ പ്രധാന സവിശേഷത, ഉത്തരം ഹ്യൂമനിസം. ഹ്യൂമനിസ്റ്റ് കാലഘട്ടത്തിൽ ഇറ്റലിയിലെ നിയമപഠനം നടന്ന സർവകലാശാലകൾ, ഉത്തരം പാദുവ, ബൊളോഗ്ന. നവോത്ഥാനത്തിൻ്റെ പിതാവായി കണക്കാക്കുന്ന ഫ്ലോറൻസുകാരൻ, ഉത്തരം ഫ്രാൻസിസ്കോ പെട്രാർക്ക്. സംസ്കാരം എന്ന അർത്ഥത്തിൽ മാനവികത എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജൂലിയസ് സീസറിൻ്റെ സമകാലികനായിരുന്ന സിസറോ. എഴുത്തുകാരൻ ഡാൻറ്റെ അലിഗീരി, പെയിൻ്ററായിരുന്ന ജിയോട്ടോ എന്നിവർക്ക് ജന്മം നൽകിയ ഇറ്റാലിയൻ നഗരം, ഉത്തരം ഫ്ലോറൻസ്. യൂറോപ്പിൽ ഇരുണ്ട യുഗമായി കണക്കാക്കുന്ന കാലഘട്ടം, CE 5 to 9 നൂറ്റാണ്ടുകൾ. ഇബ്നു സിന യൂറോപ്പിൽ അറിയപ്പെട്ടത് അവിസെന്ന. ഇബ്നു റുഷ്ദ് യൂറോപ്പിൽ അറിയപ്പെട്ടത് അവിയറോസ്. ജീവൻ തുടിക്കുന്നതുപോലെയുള്ള റിയലിസ്റ്റിക് ശൈലിയിൽ ശില്പങ്ങൾ നിർമ്മിച്ച ഫ്ലോറൻസുകാരൻ, ഉത്തരം ഡൊണാട്ടല്ലോ. മനുഷ്യ ശരീരത്തെ ആദ്യമായി കീറിമുറിച്ചത്, ഉത്തരം പാദുവ യൂണിവേഴ്സിറ്റിയിലെ വൈദ്യശാസ്ത്ര പ്രൊഫസറായ ആൻഡ്രിയാസ് വെസേലിയസ്. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മച്ചിൽ പെയിൻറ് ചെയ്തത്, ഉത്തരം മൈക്കൽ ആഞ്ചലോ. പിയേറ്റ എന്ന ശില്പം തയ്യാറാക്കിയത്, ഉത്തരം മൈക്കൽ ആഞ്ചലോ. സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ താഴികക്കുടം രൂപകൽപ്പന ചെയ്തത്, ഉത്തരം മൈക്കൽ ആഞ്ചലോ. ഫ്ലോറൻസിലെ ഡോമോ കത്തീഡ്രൽ രൂപകൽപ്പന ചെയ്തത്, ഉത്തരം ഫിലിപ്പോ ബ്രൂണലേഷി. ലാസ്റ്റ് സപ്പർ, മൊണാലിസ എന്നിവ വരച്ചത്, ഉത്തരം ലിയാനാർഡോ ഡാവിഞ്ചി. പ്രിൻറ്റിംഗ് പ്രസ് വികസിപ്പിച്ച ജർമ്മൻകാരൻ ജൊഹാനസ് ഗുട്ടൻബർഗ്. ഓൺ പ്ലഷർ ആരുടെ കൃതി, ഉത്തരം ലൊറൻസോ വാല. ദ പ്രിൻസ് എന്ന കൃതി രചിച്ചത്, ഉത്തരം നിക്കോളോ മാക്കിയവെല്ലി. നവോത്ഥാനകാലത്തെ സ്ത്രീ പണ്ഡിതകൾ, കാസന്ദ്ര ഫെഡൽ, ഇസബെല്ല ഡി എസ്ത്. ഉട്ടോപ്യ എന്ന കൃതിയുടെ കർത്താവായ തോമസ് മൂർ ഏത് രാജ്യത്തെ ഹ്യൂമനിസ്റ്റായിരുന്നു, ഉത്തരം ഇംഗ്ലണ്ട്. ഇൻ പ്രൈസ് ഓഫ് ഫോളി എഴുതിയ ഇറാസ്മസ് ഏത് രാജ്യത്തെ ഹ്യൂമനിസ്റ്റായിരുന്നു, ഉത്തരം ഹോളണ്ട്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ദാനം വ്യാജമാണെന്ന് തെളിയിച്ചത്, ഉത്തരം ഹ്യൂമനിസ്റ്റുകൾ. ജർമ്മനിയിൽ മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്, ഉത്തരം മാർട്ടിൻ ലൂതർ. സ്വിറ്റ്സർലൻഡിൽ മതനവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അൾറിച്ച് സിംഗ്ലി. മതനവീകരണ പ്രസ്ഥാനത്തെ തുടർന്ന് കത്തോലിക്ക സഭ പിളർന്നുണ്ടായ പുതിയ വിഭാഗം, ഉത്തരം പ്രൊട്ടസ്റ്റന്റുകൾ. മതനവീകരണത്തിൻ്റെ ആളായ ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച സംഘടന, ഉത്തരം സൊസൈറ്റി ഓഫ് ജീസസ് അഥവാ ഈശോ സംഘം. സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തത്തിൻ്റെ വക്താവ്, ഉത്തരം കോപ്പർനിക്കസ്. ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം എന്ന കൃതി രചിച്ചത്, ഉത്തരം കോപ്പർനിക്കസ്. കോസ്മോഗ്രാഫിക് മിസ്റ്ററി എഴുതിയ സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞൻ, ഉത്തരം ജൊഹാനസ് കെപ്ലർ. ഗലീലിയോയുടെ ഒരു കൃതി, ഉത്തരം ദി മോഷൻ. റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ സ്ഥാപിച്ച വർഷം 1662. പാരീസ് അക്കാദമി ഓഫ് സയൻസസ് സ്ഥാപിച്ചത് 1670. ഐസക് ന്യൂട്ടൺ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക പ്രസിദ്ധീകരിച്ച വർഷം, ഉത്തരം 1687. അടുത്തതായി 8ാം തീമിലേക്ക് പ്രവേശിക്കുന്നു. കൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ്, സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം.
1492 ക്രിസ്റ്റഫർ കൊളംബസ് സമുദ്രയാത്രയിലൂടെ എത്തിച്ചേർന്ന സ്ഥലം കരീബിയൻ ദ്വീപുകളിലെ ബഹാമാസിലെ ഗൗനഹാനി. കൊളംബസ് യാത്ര ചെയ്ത കപ്പലുകൾ സാന്റാ മരിയ, നിന ആൻഡ് പിൻറ്റ. പുതിയ ലോകം എന്ന് യൂറോപ്യർ വിളിച്ചത് ഉത്തരം അമേരിക്കൻ ഭൂഖണ്ഡം. കരീബിയൻ ദ്വീപുകളിലെ തദ്ദേശീയ ജനത അറിയപ്പെട്ടത് ഉത്തരം അരവാക്യൻ ലുക്കായോസ്. ഷാമൻ എന്നത് ആരായിരുന്നു? ഉത്തരം പുരോഹിതന്മാർ. ബ്രസീലിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ താമസിച്ച തദ്ദേശീയ ജനത അറിയപ്പെട്ടത് ഉത്തരം തുപ്പിനാമ്പ. ആസ്ടെക് സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം ഉത്തരം മെക്സിക്കോ. ആസ്ടെക് സംസ്കാരത്തിൻ്റെ തലസ്ഥാനം ഉത്തരം ടെനോക്ടിലാൻ. ടെനോക്ടിലാൻ പട്ടണം നിർമ്മിച്ചത് 1325. ആസ്ടെക് സംസ്കാരത്തെ നശിപ്പിച്ച സ്പാനിഷുകാരൻ ഹെർനാൻ കോർട്ടസ്. കോർട്ടസും കൂട്ടരും അറിയപ്പെട്ടത് കോൺക്വിസ്റ്റഡോർസ്. ആസ്ടെക്കുകൾ നിർമ്മിച്ച കൃത്രിമ ദ്വീപുകൾ അറിയപ്പെട്ടത് ഉത്തരം ചിനാമ്പസ്. ആസ്ടെക് ജനതയുടെ പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ച സ്ഥലം കൽമാക്കക്. ആസ്ടെക് ജനതയിലെ മറ്റ് ജനവിഭാഗങ്ങൾ പഠിച്ച സ്ഥലം ഉത്തരം ടെപ്പോ കല്ലി. മോണ്ടിസുമയും കോട്ടിമോക്കും ആരായിരുന്നു? ഉത്തരം ആസ്ടെക് രാജാക്കന്മാർ. അടുത്തത് ഇൻക സംസ്കാരം നിലനിന്ന ഭൂഖണ്ഡം തെക്കേ അമേരിക്ക. ഇൻക സംസ്കാരം നിലനിന്ന പ്രധാന രാജ്യം ഉത്തരം പെറു. ഇൻക സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ നഗരം ഉത്തരം മാച്ചു പിച്ചു. ഇൻക സംസ്കാരത്തിൻ്റെ തലസ്ഥാനം ഉത്തരം കുസ്കോ. ഇൻകകളുടെ ഭാഷ ഉത്തരം കെച്ചുവ. ഇൻക എന്ന പദത്തിൻ്റെ അർത്ഥം ഉത്തരം ചക്രവർത്തി. ഇൻകകളുടെ ആദ്യത്തെ ചക്രവർത്തി ഉത്തരം മെൻകോ കപാക്. ഇൻകകളുടെ അക്കൗണ്ടിംഗ് രീതി ഉത്തരം കിപ്പോ. ഇൻക സംസ്കാരത്തെ നശിപ്പിച്ച സ്പാനിഷുകാരൻ ഉത്തരം ഫ്രാൻസിസ്കോ പിസാറോ. ടോളമി എഴുതിയ ഭൂമിശാസ്ത്രകൃതി ഉത്തരം ജിയോഗ്രഫി. പേരി ഡി എയ്ലി എഴുതിയ ജ്യോതിശാസ്ത്ര ഭൂമിശാസ്ത്ര കൃതി ഉത്തരം ഇമാഗോ മുണ്ടി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം ഉത്തരം 1453. പോർച്ചുഗൽ സ്പെയിൻകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് 1139. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഹെൻറി ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം പോർച്ചുഗൽ. അമേരിക്ക എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഏത് പ്രസിദ്ധീകരണമാണ്? റിംഗ് മാൻ 1507. അമേരിഗോ വെസ്പൂച്ചിയുടെ പേരിലാണ് അമേരിക്ക അറിയപ്പെടുന്നത്. കബ്രാൾ ബ്രസീലിൽ എത്തിയ വർഷം ഉത്തരം 1500. പോർച്ചുഗീസുകാർ 1549 ഔദ്യോഗിക പോർച്ചുഗീസ് ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമാക്കിയ സ്ഥലം ഉത്തരം ബാഹിയ, ഇപ്പോഴത്തെ സാൽവഡോർ. 1601 നിർബന്ധിത വേല നിരോധിച്ച സ്പാനിഷ് രാജാവ് ഉത്തരം ഫിലിപ്പ് രണ്ടാമൻ. ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഉത്തരം തെക്കേ അമേരിക്ക. അടുത്തതായി തീം നമ്പർ 9 ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യാവസായിക വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഉത്തരം ഇംഗ്ലണ്ട്. വ്യാവസായിക വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഉത്തരം ഫ്രാൻസിലെ ജോർജ് മിഷേൽ, ജർമ്മനിയിലെ ഫെഡറിക് ആംഗൽസ്. വ്യാവസായിക വിപ്ലവം എന്ന പദം ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യമായി ഉപയോഗിച്ചത് ഉത്തരം അർണോൾഡ് ജെ ടോയൻബി. അർണോൾഡ് ജെ ടോയൻബിയുടെ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ഉത്തരം ലെക്ചേഴ്സ് ഓൺ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻസ് ഇൻ ഇംഗ്ലണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിതമായ വർഷം ഉത്തരം 1694. ബ്ലാസ്റ്റ് ഫർണസ് വികസിപ്പിച്ചത് ഉത്തരം 1-ാം അബ്രഹാം ഡർബി. പച്ചിരുമ്പിൽ നിന്ന് വാർപ്പിരുമ്പ് വികസിപ്പിച്ചത് ഉത്തരം 2-ാം അബ്രഹാം ഡർബി. സെവൺ നദി കുറുകെ ലോകത്തിലെ ആദ്യത്തെ ഇരുമ്പ് പാലം നിർമ്മിച്ചത് ഉത്തരം 3-ാം അബ്രഹാം ഡർബി. പുഡിംഗ് ഫർണസ് വികസിപ്പിച്ചത് ഉത്തരം ഹെൻറി കോട്ട്. ഫ്ലൈയിങ് ഷട്ടിൽ വികസിപ്പിച്ചത് ജോൺ കെ. സ്പിന്നിംഗ് ജെന്നി വികസിപ്പിച്ചത് ഉത്തരം ജെയിംസ് ഹാർഗ്രീവ്സ്. വാട്ടർ ഫ്രെയിം വികസിപ്പിച്ചത് ഉത്തരം റിച്ചാർഡ് ആർക്റൈറ്റ്. മ്യൂൾ വികസിപ്പിച്ചത് ഉത്തരം സാമുവൽ ക്രോംപ്ടൺ. പവർലൂം വികസിപ്പിച്ചത് ഉത്തരം എഡ്മണ്ട് കാർട്ട്റൈറ്റ്. മൈനേഴ്സ് ഫ്രണ്ട് ആവിയന്ത്രം വികസിപ്പിച്ചത് ഉത്തരം തോമസ് സാവറി. ബർമിംഗ്ഹാമിൽ ഫാക്ടറികൾക്കാവശ്യമായുള്ള ആവിയന്ത്രങ്ങളുടെ ഫാക്ടറി തന്നെ തുടങ്ങിയത് ഉത്തരം ജെയിംസ് വാട്ട്. ഹോഴ്സ് പവർ അഥവാ കുതിരശക്തി കണ്ടുപിടിച്ചത് ഉത്തരം ജെയിംസ് വാട്ട്. വേഴ്സണി കനാൽ നിർമ്മിച്ചത് ഉത്തരം ജെയിംസ് ബ്രെൻറ്റ്ലി. കനാൽ മാനിയയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്തരം 1788 to 1796.
റെയിൽവേ യുഗത്തിന് തുടക്കം കുറിച്ചത്? ഉത്തരം ജെയിംസ് സ്റ്റീഫൻസൺ. ആദ്യത്തെ റെയിൽവേ എഞ്ചിൻ റോക്കറ്റ്, പിന്നീട് ബ്ലച്ചർ. റോക്കറ്റും ബ്ലച്ചറും വികസിപ്പിച്ചത് ജെയിംസ് സ്റ്റീഫൻസൺ. പഫിംഗ് ഡെവിൾ വികസിപ്പിച്ചത്? ഉത്തരം റിച്ചാർഡ് ട്രവീത്തിക്. ആദ്യത്തെ റെയിൽവേ പാത 1825 സ്റ്റോക്ക്ഹോമിനും ഡാർലിംഗ്ടൺ നഗരത്തിനും ഇടയിൽ. യന്ത്രങ്ങളെ തകർക്കുക എന്ന മുദ്രാവാക്യവുമായി വന്ന ലുഡ്യിസ്റ്റ് പ്രസ്ഥാന സ്ഥാപകൻ? നെഡ് ലുഡ്. പീറ്റർലൂ കൂട്ടക്കൊല നടന്ന വർഷം? ഉത്തരം 1819. അടുത്തതായി 10ാമത്തെ തീം, ഡിസ്പ്ലേസിംഗ് ഇൻഡിജിനസ് പീപ്പിൾസ്, തദ്ദേശീയ ജനതകളുടെ സ്ഥാനഭ്രംശം. കനഡ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? ഉത്തരം ഫ്രഞ്ചുകാരനായ ജാക്കിൻ കാർട്ടിയർ. ന്യൂസിലാൻഡും ടാസ്മാനിയയും കണ്ടെത്തിയ ഹോളണ്ടുകാരൻ? ഉത്തരം ടാസ്മാൻ. അമേരിക്ക വെസ്പൂച്ചിയുടെ സഞ്ചാരങ്ങൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1507. ജർമ്മൻ പ്രസിദ്ധീകരണമായ റിംഗ്മാൻ ആണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 1608 ഫ്രഞ്ചുകാർ ക്യൂബക് കോളനി സ്ഥാപിച്ചത് എവിടെ? ഉത്തരം കാനഡയിൽ. ലൂസിയാന വിലക്ക് വാങ്ങിയത് ആരിൽ നിന്നും? അമേരിക്ക ഫ്രാൻസിൽ നിന്നും. അലാസ്ക ആരിൽ നിന്നും വിലക്ക് വാങ്ങി? റഷ്യയിൽ നിന്നും അമേരിക്ക വിലക്ക് വാങ്ങി. അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളും വടക്കൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം നടന്ന കാലം? ഉത്തരം 1861 to 1865. ഗോൾഡ് റഷ് ആദ്യം ആരംഭിച്ചത്? ഉത്തരം വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡം. ചിരോക്കി ഗോത്രം അമേരിക്കയിലെ ഏത് സംസ്ഥാനത്ത് ജീവിച്ചു? ഉത്തരം ജോർജിയ. ചിരോക്കികൾക്ക് അനുകൂലമായി വിധി പറഞ്ഞ അമേരിക്കൻ ചീഫ് ജസ്റ്റിസ്? ജോൺ മാർഷൽ. ചിരോക്കികളെ അമേരിക്കൻ മരുഭൂമിയിലേക്ക് തുരത്താൻ നിർദ്ദേശം നൽകിയ US പ്രസിഡന്റ്? ഉത്തരം ആൻഡ്രൂ ജാക്സൺ. USA കാലിഫോർണിയയിൽ സ്വർണ്ണനിക്ഷേപം കണ്ടെത്തിയ കാലം? ഉത്തരം 1840. ഓസ്ട്രേലിയയിലെ വടക്ക് ഭാഗത്ത് ജീവിച്ചിരുന്ന തദ്ദേശീയ ജനത? ഉത്തരം ടോറസ് സ്ട്രൈറ്റ് ഐലൻഡേഴ്സ്. ഓസ്ട്രേലിയയിലെ തദ്ദേശവാസികൾ വധിച്ച ഇംഗ്ലീഷ് നാവിക ക്യാപ്റ്റൻ? ഉത്തരം ജെയിംസ് കുക്ക്. ഇംഗ്ലണ്ടുകാർ ആദ്യകാലത്ത് ഓസ്ട്രേലിയയിലെ പീനൽ കോളനിയാക്കിയത്? 1788. ഫെഡറേഷൻ ഓഫ് ഓസ്ട്രേലിയ രൂപീകരിച്ചത്? ഉത്തരം 1901. ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായി ക്യാൻബറയെ പ്രഖ്യാപിച്ചത്? ഉത്തരം 1911. ആന്ത്രോപോളജിസ്റ്റായ WEH സ്റ്റാനർ നടത്തിയ പ്രസംഗം? ഉത്തരം ദി ഗ്രേറ്റ് ഓസ്ട്രേലിയൻ സൈലൻസ്, മഹത്തായ ഓസ്ട്രേലിയൻ നിശബ്ദത. ഹെൻറി റെയ്നോൾഡിൻ്റെ പുസ്തകം വൈ വേറൻറ്റ് വി ടോട്ട്? ബഹുസാംസ്കാരികത അഥവാ മൾട്ടി കൾച്ചറലിസം ഓസ്ട്രേലിയ നയമായി സ്വീകരിച്ച വർഷം? 1974. ടെറാനുള്ളിയേഴ്സ് അഥവാ ആരുടെയും സ്വന്തമല്ല എന്ന നയം ഓസ്ട്രേലിയൻ ഹൈക്കോടതി അസാധുവാക്കിയത്? ഉത്തരം 1992. അടുത്തതായി 11ാമത്തെ തീം, പാത്സ് ടു മോഡേണൈസേഷൻ, ആധുനികവൽക്കരണത്തിലേക്കുള്ള പാതകൾ. ടെയിൽ ഓഫ് ജൻജി എഴുതിയത്? ഉത്തരം മൊറാസാക്കി ഷിക്കുബോ. ചൈനയിലെ ഒരു ജപ്പാനീസ് പണ്ഡിതൻ? ഉത്തരം നെയ്റ്റോ കോനാൻ. ചൈനയിലെ പ്രധാന വംശീയ വിഭാഗം? ഉത്തരം ഹാൻ. ജപ്പാനിലെ 4 ദ്വീപുകൾ? ഉത്തരം ഹോൻഷു, ക്യൂഷു, ഷിക്കോക്കു, ഹൊക്കൈഡോ. ജപ്പാനിലെ പട്ടാള മേധാവികളുടെ ഭരണം? ഉത്തരം ഷോഗൺ ഭരണം. 1603 മുതൽ 1867 വരെ ഷോഗൺ ഭരണത്തെ നിയന്ത്രിച്ച കുടുംബം? ഉത്തരം ടോക്കുഗാവ ഫാമിലി. ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോയുടെ പഴയ പേര്? ഉത്തരം എദോ. ജപ്പാനിലെ യോദ്ധാക്കളുടെ വർഗം? ഉത്തരം സാമുറായി. ജപ്പാനിൽ മെയ്ജി പുനഃസ്ഥാപനം അഥവാ ചക്രവർത്തി പുനഃസ്ഥാപനം നടന്ന വർഷം? ഉത്തരം 1868. 1853 കമ്മഡോർ മാത്യു പെറിയെ ജപ്പാനിലേക്ക് അയച്ച രാജ്യം? ഉത്തരം അമേരിക്ക. ജപ്പാനിലെ മെയ്ജികളുടെ മുദ്രാവാക്യം? ഫുക്കോക്കു കിയോഹി, അതായത് റിച്ച് കൺട്രി സ്ട്രോങ് ആർമി, സമ്പന്നമായ രാഷ്ട്രം ശക്തമായ സൈന്യം. ജപ്പാനിലെ പാർലമെൻറ്റിൻ്റെ പേര്? ഉത്തരം ഡയറ്റ്. ജപ്പാൻ പാശ്ചാത്യ രീതികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട മെയ്ജി ബുദ്ധിജീവി? ഉത്തരം ഫുക്കുസാവ യുകിച്ചി. ചൈന ജപ്പാൻ യുദ്ധം നടന്ന വർഷം? 1895. ജപ്പാൻ റഷ്യയെ തോൽപ്പിച്ചത്? 1905. 1964 ഒളിമ്പിക്സ് നടന്നത് ജപ്പാനീസ് തലസ്ഥാനമാക്കിയ ടോക്കിയോയിൽ.
ജപ്പാൻകാർ ബുള്ളറ്റ് ട്രെയിൻ വികസിപ്പിച്ച വർഷം? ഉത്തരം 1964. ആധുനിക ചൈനയുടെ പിതാവ്? ഉത്തരം ഡോക്ടർ സൺ യാറ്റ് സെൻ. സൺ യാറ്റ് സെൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി? ഉത്തരം ഗുമിന്താങ് പാർട്ടി. സൺ യാറ്റ് സെന്നിൻ്റെ 3 തത്വങ്ങൾ? ഉത്തരം സാൻ മിൻ ചു. 1911 മഞ്ചു ഭരണം അവസാനിപ്പിച്ച് ചൈനയിൽ റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചത്? ഉത്തരം ഡോക്ടർ സൺ യാറ്റ് സെൻ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്? ഉത്തരം 1921. 1934 ലോങ് മാർച്ച് നടത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാവ്? മാവോ സേതുങ്. എവിടെ മുതൽ എവിടെ വരെ? ജിയാൻസി പ്രവിശ്യ മുതൽ ഷാൻസി പ്രവിശ്യ വരെ. ചൈനീസ് ജനകീയ റിപ്പബ്ലിക് സ്ഥാപിതമായത്? ഉത്തരം 1949 ഒക്ടോബർ 1. ചിയാങ് കൈഷക് 1949 രക്ഷപ്പെട്ടത്? ഉത്തരം തായ്വാനിലേക്ക്. 1949 മുതൽ 1965 വരെയുള്ള ചൈനയിലെ ഭരണം അറിയപ്പെടുന്നത്? ഉത്തരം ന്യൂ ഡെമോക്രസി. മാവോ സേതുങ് നടത്തിയ മഹത്തായ കുതിച്ചുചാട്ടം എന്ന പദ്ധതി? ഉത്തരം 1958 ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. മഹത്തായ സാംസ്കാരിക വിപ്ലവം നടന്ന വർഷം? 1965 ഗ്രേറ്റ് കൾച്ചറൽ റവല്യൂഷൻ. സാംസ്കാരിക വിപ്ലവം 1975 അവസാനിപ്പിച്ചത്? ഉത്തരം ഡെങ് സിയാവോപെങ്. ബീജിങ്ങിലെ ടിയാനൻമെൻ സ്ക്വയറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്ന വർഷം? 1989.